യുകെന്ന് വന്നപ്പോൾ തുടങ്ങി പ്ലാൻ ചെയ്യുന്നതാണ് പിള്ളേരെയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന്. പക്ഷേ വന്നപ്പോൾ തുടങ്ങി ഇവിടെ ഫുള്ള് മഴയായിരുന്നു. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും സ്കൂളും തുറന്നു. പിന്നെയുള്ള സാറ്റർഡേ സൺഡേയിൽ പിന്നെ സൺഡേ നോക്കണ്ട, ചർച്ചിൽ പോകണം, കാറ്റഗിസം ക്ലാസ്സിൽ പോകണം, സെദേക്കൂന്. പിന്നെയുള്ള ഒരു സാറ്റർഡേ അന്ന് മിക്കവാറും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ നല്ല മഴയായിരിക്കും. അങ്ങനെ കാത്തിരുന്നാണ് ഞങ്ങൾക്ക് ഒരു ദിവസം കിട്ടിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, നേരെ പിള്ളേരെയും പൊക്കി ലുലു മാളിലേക്ക് വിട്ടു. അപ്പോൾ ഇവിടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ അവിടത്തേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. ഇനി എവിടെ കയറണമെന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഇവർക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ പിടച്ച് കയറാൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെയിറ്റ്, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബമ്പർ കാർ കയറിയിട്ട് അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡും ഞാനും മാറി മാറി പിള്ളേരെ എടുത്ത് നമ്മുടെ കാറൊക്കെ ഒന്ന് ഓടിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു റൈഡിലേക്ക് കയറാൻ വേണ്ടി കൊണ്ടുവന്നു. ഇവന്മാരുടെ കയ്യിലിരിപ്പ് വെച്ചിട്ട് രണ്ടുപേരും ഏറ്റവും മുകളിൽ വരെ കയറുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് അവർക്ക് കയറാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരാകെ ഒരു 2-3 സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും പിന്നെയും ചാടി വീഴായിരുന്നു. കണ്ടോ, അപ്പുറത്തുള്ള കൊച്ചൊക്കെ കയറി ആ ടോപ്പ് വരെയൊക്കെ എത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് വാട്ടർ ഗൺ കളിക്കാനാണ്. അത് ശരിക്കും നല്ല അടിപൊളി ഗെയിമായിരുന്നു കേട്ടോ. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും മാറി മാറിയൊക്കെ ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സദേക്കുനെ പിടിച്ച് കുതിരപ്പുറത്തിരുത്തി. പക്ഷെ അവൻ്റെ കാലെത്തുന്നുണ്ടായിരുന്നില്ല. കാലെത്തിയാലാണ് അത് കുറച്ചും കൂടി പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ നോക്കി നമ്മുടെ മാവറും ആണെങ്കിൽ ബൈക്കിൻ്റെ മുകളിൽ കിടന്ന് തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതും സൂപ്പർ ഗെയിമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർക്ക് വെള്ളം കുടിക്കണം, ഐസ്ക്രീം കഴിക്കണം, അങ്ങനെ ഓരോ കാരണങ്ങളായി. അങ്ങനെ ഞങ്ങൾ കൊച്ചുങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പോൾ മാവറുച്ചന് ഐസ്ക്രീം വേണ്ട, കിൻഡർ ജോയ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവന് കിൻഡർ ജോയ് വാങ്ങിച്ച് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് പിന്നെ ഗെയിം സോണിലേക്ക് വന്നു. അങ്ങനെ അവർക്ക് കാറിലൊക്കെ ഒന്ന് ഇരുത്തി അവിടെയും കുറച്ച് നേരമൊക്കെ ഒന്ന് റേസ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം.